ഹായ് ഓൾ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒമാനിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരെ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ CRL കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനിൽ നമുക്ക് എത്ര പേരെ നമുക്ക് ലീഗലിയായിട്ട് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് അതിൽ പാർട്ട്ണർ വിസ കിട്ടും, അതായത് ബിസിനസ് പാർട്ട്ണർ വിസ ആയിട്ട് എത്ര പേർക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര പേരെ നമുക്ക് ആ CRL ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലിമിറ്റും പറയുന്നില്ല. നമുക്ക് 5 പേരെയോ 10 പേരെയോ 20 പേരെയോ എത്ര പേരെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് CRL ആഡ് ചെയ്യാം. അതായത് 100% ഷെയർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവരെത്രയാണോ പറയുന്നത്, ഇപ്പോൾ 1%, 5%, 10% അങ്ങനെ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേര് നമ്മൾ CRL ആഡ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ഓണറായിട്ട് നമ്മളതിൽ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കാണ് ഈ പാർട്ട്ണർ വിസ കിട്ടുന്നത്, ബിസിനസ് പാർട്ട്ണർ വിസ കിട്ടുന്നത്? സോ 4 പേർക്ക് മാത്രമേ നിങ്ങൾക്ക് പാർട്ട്ണർ വിസ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 പേരോ അല്ലെങ്കിൽ 10 പേരോ, ലെറ്റ്സ് നിങ്ങൾ 10 പേരാണ് നിങ്ങൾ ആ CRL നിങ്ങളതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 4 പേർക്ക് മാത്രമേ ബിസിനസ് പാർട്ട്ണർ വിസ മാക്സിമം ഒരു കമ്പനിയിൽ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ 4 പേർക്ക് ഇൻവെസ്റ്റർ വിസ, അതായത് ഞാൻ ഈ പറഞ്ഞ പാർട്ട്ണർ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ID ഉള്ള ഒരാളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ID ഇല്ലാത്ത പുറത്ത് ഔട്ട്സൈഡ് കൺട്രി ഉള്ളവരായിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ CRL നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറത്തുള്ള ഔട്ട്സൈഡ് ഉള്ള ഒമാനിലുള്ള ഔട്ട്സൈഡ് ഒമാനായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഇൻസൈഡ് കൺട്രി ആര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CRL ആഡ് ചെയ്യാം. അയാൾക്ക് ഇനി ID ഉള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ ID ഇല്ലാത്ത ആളായിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ കമ്പനി ഫോം ചെയ്യുന്നതിന് നമുക്കിപ്പോൾ ഒരാൾ ഇൻസൈഡ് കൺട്രി വേണമെന്നില്ല. പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എത്ര പാർട്ട്നേഴ്സാണോ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്, അവർ തീർച്ചയായും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്യാൻ വേണ്ടി വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ CRL ആഡ് ചെയ്ത് വെക്കരുത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് CRL ആഡ് ചെയ്യാവൂ. അത് ബാങ്ക് അക്കൗണ്ടിങ് ഇനിഷ്യൽ സ്റ്റേജിലാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് അവരിവിടെ ആവശ്യമായിട്ട് വരേണ്ടത്. അപ്പോൾ പിന്നീട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സും ഇവിടെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയാലും പ്രശ്നമില്ല. ഇനി ഈ പറയുന്ന പാർട്ട്നേഴ്സിന് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ സൈനിങ് അതോറിറ്റി കൊടുക്കുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സൈനിങ് അതോറിറ്റി കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പം ജോയിൻ്റ് ആയിട്ടും നിങ്ങൾക്കത് സോളായിട്ടും അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഇല്ല. സോ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് CRL ആഡ് ചെയ്യാം. പക്ഷേ ബിസിനസ് പാർട്ട്ണർ വിസ ആയിട്ട് കിട്ടുന്നത് 4 പേർക്ക് മാത്രമായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.